നമസ്കാരം. ജ്യോതിഷ വിചാരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം മെസ്സേജുകളൊക്കെ നമുക്ക് വാട്സപ്പിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും വാട്സപ്പ് ചെയ്യാൻ നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. 6 മാസം വരെ ജ്യോതിഷം നോക്കി കൂടെ കുഞ്ഞ് ജനിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ. ഹലോ, നമസ്കാരം. നമസ്കാരം. സൂര്യ ടി വി എന്നാണ്. ഹരി പത്തനാപുരം എന്ന് പറയും. നമസ്കാരം. അവിടുന്ന് ഇങ്ങോട്ട് ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ ഞാനും ഗൗരവമാക്കി. അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അല്ല, എറണാകുളം കണ്ടപ്പോ അത് അവിടെ ആരും ഇല്ല, അതുകൊണ്ട് ഒരു ഞാനില്ലേ ഇവിടെ സൂര്യ ടി വി ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. പ്രതീക്ഷയില്ലല്ലോ എപ്പോഴാ വിളിക്കാന്ന്. പ്രതീക്ഷയില്ലല്ലോ എപ്പോഴാ വിളിക്കാന്ന്. സത്യം പറയാം, എന്നെ ആർക്കും അത്ര വിശ്വാസമില്ല ഞാൻ വിളിക്കുമെന്നല്ലേ. ആളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ വിശ്വസിച്ചോളൂ. ഓ ഇങ്ങനെ. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറ. ഭയങ്കര തഗ്ഗാണല്ലോ. ഭയങ്കര തഗ്ഗാണല്ലോ. കൗണ്ടർ പ്രായം ഇത്രയൊക്കെ ഇല്ല, അതുകൊണ്ടാ. ഏതാ പ്രായം ഒരുപാടായില്ല, അപ്പൊ എക്സ്പീരിയൻസ് ഉണ്ട്. ശരി ശരി ശരി. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. 25 ഓഗസ്റ്റ് 2023. ആ, സമയം 2:50 PM. 2:50 PM അല്ലേ? ആ തൃക്കേട്ട. അതെ. വെള്ളിയാഴ്ച ദിവസം, ചിങ്ങം 9-ാം തീയതി. അതെ അതെ, വെള്ളിയാഴ്ച അല്ലേ? അതെ അതെ, വെള്ളിയാഴ്ച തന്നെ. കുഞ്ഞിനെ ഈ ജനന സമയം, ആ സമയം കണ്ടകശനി എന്ന് പറഞ്ഞൊരു പീരീഡാണ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ചെറിയ ചെറിയ ടെൻഷൻസും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞ് ഭീകര സംഭവം. പിന്നെ ആരെങ്കിലൊക്കെ പറഞ്ഞ് ചിലപ്പോൾ പേടിപ്പിക്കും കേട്ടോ. തൃക്കേട്ട തലക്കേട്ട എന്നൊക്കെ പറഞ്ഞിപ്പോ അങ്ങനെ ഒരു പഴമൊഴിയൊക്കെ ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ജ്യോതിഷത്തിൽ അങ്ങനൊന്നുമില്ല. അല്ലല്ലേ, ഇങ്ങനെ ആളുകള് എന്ത് വേണമെങ്കിലും പറയാലോ. ഇപ്പൊ ചോദിച്ച ചോദ്യം എനിക്ക് തോന്നുന്നു വാട്സപ്പിൽ അയച്ചത് എന്തോ 6 മാസം. ഇതൊക്കെ ചോദിക്കുക, ഇങ്ങനെ ജാതകത്തിനെ കുറിച്ച് എഴുതാവോ ഇല്ലയോ എന്നൊക്കെ ഓരോരുത്തർ പറഞ്ഞ 6 മാസത്തിന് ശേഷമേ പറ്റുള്ളൂ. അല്ല, ജാതകം എഴുതുന്ന കാര്യമാണോ അതോ കുഞ്ഞിന്റെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുന്ന കാര്യമാണോ ചോദിക്കുന്നത്? നോക്കുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാ നാളെ അറിയുക? അല്ലല്ല, ജ്യോതിഷനോട് കലണ്ടറിൽ നോക്കി നമുക്ക് നാള് ഫിക്സ് ചെയ്യാൻ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഒരാളോട് ചോദിച്ചെങ്കിലല്ലേ നാളെ അറിയുള്ളൂ. കലണ്ടറിൽ നോക്കുന്ന നാള് കറക്റ്റ് ആവണം എന്നില്ലല്ലോ പലപ്പോഴും. അപ്പൊ കുഞ്ഞിന്റെ നാളെ അറിയണമെങ്കിൽ മാർഗം ഏതെങ്കിലും ഒരു ജ്യോത്സ്യനോട് ചോദിച്ച് കറക്റ്റ് അറിയുക എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പൊ 6 മാസം വരെ നോക്കരുതെന്ന് പറയുന്നതിൽ തെറ്റില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞ പോയിന്റ് ചേച്ചിക്ക് മനസ്സിലായോ? അതായത് ഒരു കുഞ്ഞ് ജനിച്ചാൽ എനിക്ക് തോന്നുന്നു മാതാപിതാക്കളുടെ ഏറ്റവും ആദ്യത്തെ നടപടിക്രമം എന്ന് പറഞ്ഞാൽ ഇതിന്റെ നാളെ എന്തുവന്നൊന്ന് അറിയുക എന്നുള്ള. അതിന് ജാതിമത വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും പറയും. അപ്പൊ നാളെ അറിയണമെങ്കിൽ എന്ത് വേണം? ഒരു ജ്യോത്സ്യനെ കണ്ടേ പറ്റുള്ളൂ. കാരണം കലണ്ടറിൽ നാഴിക വിനാഴികയൊക്കെ വെച്ച് എഴുതുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ആദ്യം തന്നെ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചോദിക്കുകയെ നിർവാഹമുള്ളൂ. വഴിപാടൊക്കെ ചെയ്യാൻ കുഴപ്പമുണ്ടോ? 6 മാസം കഴിഞ്ഞ് ചോറൂണൊക്കെ കഴിഞ്ഞാണ് അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്നത്. കുഞ്ഞിനെ കൊണ്ടുപോകാൻ നമുക്ക് കൊണ്ടുപോകാതെ പോയി ചെയ്യുന്നതിലൊന്നും തെറ്റില്ല. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ ജാതകം എഴുതുന്ന കാര്യത്തിലേ 12 വയസ്സ് കഴിഞ്ഞേ എഴുതാവൂന്ന് ജ്യോതിഷത്തിലുണ്ട്. അദ്വാദ ശബ്ദം നരയോന ജന്മനാം ആയുഷ് കലാം നിശ്ചയിതും ശക്യത എന്നൊക്കെ പറഞ്ഞൊരു പദ്യമുണ്ട്. 6 മാസം കഴിഞ്ഞേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാവൂന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് കുഴപ്പമുള്ള, അത് 12 വയസ്സ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതിക്കുക. അല്ലാതെ സാധാരണ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നത് ചോറൂണൊക്കെ കഴിഞ്ഞ് അന്നപ്രാശം കഴിഞ്ഞിട്ടാ. അതിനു മുമ്പ് നമുക്ക് പോയി എന്തെങ്കിലും വഴിപാട് ചെയ്യാൻ പറ്റും. വഴിപാട് ചെയ്യുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല ചേച്ചി. പക്ഷെ ആരോടേലും ചോദിച്ചാൽ തെറ്റും. ഇത് ആരോടേലും ചോദിച്ചാൽ 10 അഭിപ്രായം വരും. നമ്മൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡ് ആവും. നമ്മുടെ ഈ ഹൈന്ദവ ആചാരങ്ങളുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ രീതിയിൽ പറയും. പറയുന്നവരെല്ലാം പണ്ഡിതന്മാരോ അവർ പറയുകയും ചെയ്യും. ഇനി നിങ്ങൾ പോയി ചെയ്തിട്ട് ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ കുറച്ച് പേടിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ നോക്കൂ നിങ്ങളുടെ വിശ്വാസം. ഇപ്പം എന്തായാലും 3 മാസവും എനിക്ക് തോന്നുന്നു 3 മാസവും ഇന്ന് 10-15 ദിവസവും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചോറൂണൊക്കെ അടുത്ത് വരുന്നുണ്ട്.
അതോടൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ടുപോവുക. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. കുഞ്ഞു ചെറിയ ചെറിയ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ജാതകമാണ്. ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.